കഴിഞ്ഞ വീഡിയോയിലായിട്ട് 21ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു, ശൗനകാദി മഹർഷിമാർ നീണ്ടു നിൽക്കുന്ന സത്രം നൈമിഷാരണ്യത്തിൽ വെച്ച് നടത്തുന്നതിനായിട്ട് അവിടെ എത്തിച്ചേർന്നു എന്നും ഭഗവത് കഥകൾ കേൾക്കാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും സൂചിപ്പിച്ചു. തുടർന്നുള്ള ശൗനകാദി മഹർഷിമാർ സൂതനോടായിട്ട് സൂചിപ്പിക്കുന്നതാണ്, ഈ കലിയുഗമാകുന്ന സമുദ്രത്തെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കാനെത്തിയ കപ്പിത്താനാണ് അങ്ങയെന്ന് സൂചിപ്പിക്കുന്നതാണ് തുടർന്നുള്ള ശ്ലോകം. അപ്പോൾ നമുക്ക് ആ ശ്ലോകം പഠിക്കാം. തുടർന്നുള്ള 22ാമത്തെ ശ്ലോകം ആണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ശ്ലോകം 22. ത്വം ന സന്ദർശിതോ ധാത്രാ ദുസ്തരം നിസ്തിദീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ഒന്നുകൂടി നോക്കാം. ത്വം ന സന്ദർശിതോ ധാത്രാ ദുസ്തരം നിസ്തിദീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവാർണവം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അന്വയം നോക്കാം. സത്വഹരം ദുസ്തരം കലിം അർണവം ഇവ നിസ്തിദീർഷതാം പുംസാം ന കർണധാര ഇവ ത്വം ധാത്രാ സന്ദർശിതഃ. ഒന്നും കൂടി നോക്കാം. സത്വഹരം ദുസ്തരം കലിം അർണവം ഇവ നിസ്തിദീർഷതാം പുംസാം ന കർണധാര ഇവ ത്വം ധാത്രാ സന്ദർശിതഃ. ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളായിട്ട് നോക്കാം. ത്വം നഹ സന്ദർശിതഃ ധാത്രാ ദുസ്തരം നിസ്തിദീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവ അർണവം. ഒന്നുകൂടി നോക്കാം. ത്വം നഹ സന്ദർശിതഃ ധാത്രാ ദുസ്തരം നിസ്തിദീർഷതാം കലിം സത്വഹരം പുംസാം കർണധാര ഇവ അർണവം. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദാർത്ഥങ്ങൾ നോക്കാം. ത്വം അങ്ങ്, നഹ ഞങ്ങൾക്ക്, സന്ദർശിതഃ കാണിച്ചു തന്നവനായിരിക്കുന്നു അല്ലെങ്കിൽ ലഭിച്ചിരിക്കുന്നു, ധാത്ര വിധി വൈഭവത്താൽ അതായത് ഭഗവാന്റെ ഇച്ഛയാൽ, ദുസ്തരം തരണം ചെയ്യാൻ പ്രയാസമുള്ള, നിസ്തിദീർഷതാം കടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കലിം കലിയുഗമാകുന്ന അതായത് പാപങ്ങളെ, സത്വഹരം മനുഷ്യരുടെ നല്ല ഗുണങ്ങളെ നശിപ്പിക്കുന്ന, പുംസാ മനുഷ്യർക്ക്, കർണധാര ഇവ അതായത് കപ്പൽ നയിക്കുന്ന കപ്പിത്താനെ പോലെ അല്ലേ, നമ്മളെ കൃത്യമായിട്ട് സമുദ്രമൊക്കെ കടക്കാൻ സഹായിക്കുന്ന ആളാരാ? കപ്പിത്താൻ. ആ കപ്പിത്താനെ പോലെ അർണവം അതായത് സമുദ്രം, അതായത് സമുദ്രത്തിൽ നിന്ന് മറുകരയിലേക്ക് എത്തിക്കുന്ന ആളാണ് ഒരു കപ്പലിലെ കപ്പിത്താൻ. അങ്ങനെയുള്ള കപ്പിത്താനായിട്ട് അങ്ങ് ഞങ്ങളുടെ മുമ്പിൽ ഇതാ വന്നെത്തിച്ചേർന്നു എന്ന് ശൗനകാദി മഹർഷിമാർ സൂതനോട് സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി നമുക്കിതിൻ്റെ സാരം നോക്കാം. മനുഷ്യരുടെ സദ്ഗുണങ്ങളെ നശിപ്പിക്കുന്നതും തരണം ചെയ്യാൻ അങ്ങേയറ്റം പ്രയാസമുള്ളതുമായ ഈ കലിയുഗമാകുന്ന സമുദ്രത്തെ കടക്കാൻ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് കര കാണിപ്പാനായി ഒരു കപ്പിത്താനെ പോലെ അങ്ങേ ഭഗവാൻ അയച്ചു തന്നിരിക്കുകയാണ് എന്ന് ശൗനകാദികൾ സൂചിപ്പിക്കുന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ.